അനിൽ ആന്റണിക്കെതിരായ ആരോപണം ആവർത്തിച്ചു ദല്ലാൽ നന്ദകുമാർ. പ്രതിരോധ രേഖകൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിറ്റയാളാണ് അനിൽ ആന്റണിയെന്ന് നന്ദകുമാർ ആരോപിച്ചു. അനിൽ സൂപ്പർ ദല്ലാലാണെന്നും നന്ദകുമാർ പറഞ്ഞു. സഹകരണ ഹോട്ടലിൻ്റെ എൻട്രിയിൽ വച്ചിട്ടാണ് ഒരു ഹോണ്ട സിറ്റി കാറിൽ അനിൽ ആന്റണി അന്നത്തെ എ കെ ആന്റണിയുടെ ഡൽഹി പോലീസുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഒരു സ്റ്റാഫിനെയും കൂട്ടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ ദുബായ് ഡ്യൂട്ടി പെയ്ഡിൻ്റെ കവറിലിട്ട് വാങ്ങിക്കൊണ്ടുപോയത്. എന്നെക്കാൾ സൂപ്പർ ദല്ലാളും ദല്ലാളിൻ്റെ കാറ്റഗറിയിൽ കൂട്ടിമുട്ടിക്കണവന് കൂട്ടിക്കൊടുക്കണതിൽ കൂട്ടിക്കൊടപ്പാണ് ഇയാളുടെ തൊഴിലെന്നും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അനിൽ ആന്റണിക്ക് പണം നൽകിയ ദില്ലി സാഗരത്ന ഹോട്ടലിൽ വെച്ചാണ് ദല്ലാൽ നന്ദകുമാർ ആരോപണങ്ങൾ ആവർത്തിച്ചത്. സാഗരത്ന ഹോട്ടലിൽ ഹോണ്ട സിറ്റി കാറിൽ എത്തി അനിൽ പണം വാങ്ങി. കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറി PJ തോമസ്, ആൻഡ്രൂസ് ആന്റണി, അനിൽ ആന്റണി എന്നിവരാണ് സിൻഡിക്കേറ്റ്. അനിൽ ആന്റണി സംശുദ്ധനല്ല എന്ന് തെളിയിക്കാനാണ് ശ്രമം. സ്ഥാനാർത്ഥിയായ BJP വനിതാ ടെറർ നേതാവിന് 10 ലക്ഷം രൂപ നൽകിയതായി നന്ദകുമാർ വെളിപ്പെടുത്തി. ഒരു ടെറർ വനിതാ നേതാവ് പ്രധാനമന്ത്രി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഹോം മിനിസ്റ്റർ ഒഴിച്ച് ഏത് പോസ്റ്റും ആ ടെറർ നേതാവ് ബുക്കിംഗ് എടുക്കും. നടക്കൂല. സ്വന്തമായി ആ ടെറർ നേതാവ് ലെഫ്റ്റനന്റ് ഗവർണർ പോണ്ടിച്ചേരി ആവാൻ ശ്രമിച്ചു. 1 കോടി പോയി. അതിനകത്ത് എൻ്റെ 10 ലക്ഷവും പോയി. ശോഭാ സുരേന്ദ്രൻ ത്രൂ കുഞ്ഞാലിക്കുട്ടിയെ സമീപിച്ചു, മുരളീധരനെ സമീപിച്ചു. പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെട്ട് ദുഃഖിതനായ രമേശ് ചെന്നിത്തലയെ വളച്ചു നോക്കി. KPCC പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് സുധാകരനെയും ചൂണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ വഴി കുഞ്ഞാലിക്കുട്ടിയെ NDAയിൽ എത്തിക്കാൻ ശ്രമം നടത്തി എന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞതായി നന്ദകുമാർ വെളിപ്പെടുത്തി. K മുരളീധരൻ, രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് K സുധാകരൻ എന്നിവരെയും സമീപിച്ചു. താൻ വഴി CPM നേതാക്കളെ സമീപിക്കാൻ ജാവ്ദേക്കർ ശ്രമിച്ചു എന്നും നന്ദകുമാർ പറഞ്ഞു. റിപ്പോർട്ടർ, ദില്ലി.